റിവർ വേൾഡ് അഡ്വഞ്ചർ പാർക്ക് ഫറോക്ക് പുതിയ പാലത്തിന് സമീപം സഞ്ചാരികൾക്കായി തയ്യാറായി. നദിക്ക് കുറുകെയുള്ള സിപ്പ് ലൈനും ക്യാബിൻ കാറുമാണ് പ്രധാന ആകർഷണം. കയാക്കിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് വിനോദങ്ങളുമുണ്ട്. അഡ്വഞ്ചർ പാർക്ക് ഏപ്രിൽ 12-ന് മന്ത്രി റിയാസ് നാടിന് സമർപ്പിക്കും. കോഴിക്കോട് ജില്ലയിലെ പ്രഥമ സാഹസിക ടൂറിസം സംരംഭമായ റിവർ വേൾഡ് അഡ്വഞ്ചർ പാർക്ക് ഫറോക്കിൽ സജ്ജമായി. ഫറോക്ക് ചാലിയാർ തീരത്ത് ഫറോക്ക് പുതിയ പാലത്തിന് സമീപമാണ് പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ നിന്നും 10 കിലോമീറ്ററും സിറ്റിയിൽ നിന്നും 10 കിലോമീറ്ററും കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും 13 കിലോമീറ്ററും മലപ്പുറം ജില്ലാ അതിർത്തിയിൽ നിന്നും 5 കിലോമീറ്ററും അകലെയാണ് പാർക്ക് സജ്ജമാക്കിയിട്ടുള്ളത്. സാഹസിക ടൂറിസം രംഗത്ത് മലബാറിനെ പ്രധാന കേന്ദ്രമായി മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ പാർക്കിന്റെ ഭാഗമായി ചാലിയാറിന് കുറുകെ കേരളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ റോപ്പ് കാറും സിപ്പ് ലൈനും ഒരുക്കിയിട്ടുണ്ട്. 12D തിയേറ്റർ, കമ്പ്യൂട്ടർ ഗെയിം, ചിൽഡ്രൻസ് പാർക്ക്, റെസ്റ്റോറന്റ്, ക്ലൈംബിംഗ് വാൾ, സ്പീഡ് ബോട്ടിംഗ്, ശിങ്കാര ബോട്ട് സർവീസ്, കയാക്കിംഗ് പരിശീലനം എന്നിവയും പാർക്കിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ടൂറിസം അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയിട്ട് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു റിവർ വേൾഡ് അഡ്വഞ്ചർ പാർക്ക്. ഇതിന്റെ ഒരു സാധ്യത നോക്കിയും അതനുസരിച്ച് ഞങ്ങളിത് ടെൻഡർ ചെയ്യും. അതിൽ റിവർ വേൾഡ് അഡ്വഞ്ചർ ഇതിന്റെ ടെൻഡറിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത് ഈ ഒരു വർക്കിലേക്ക് വരികയും നമ്മൾ ഇവർക്ക് ഇതിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള സമയം കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു വിപുലമായൊരു പാർക്ക് ഇപ്പൊ അവർ ചെയ്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ DTPC സെക്രട്ടറി നിഖിൽ ദാസ്, N രാജീവൻ, മാനേജിംഗ് പാർട്ട്ണർമാരായ സതീഷ് കുമാർ KC, അശോകൻ മനക്കിൽ, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ സത്യജിത്ത് ശങ്കർ, മാനേജിംഗ് പാർട്ട്ണർ ഹംസ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും